ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ പുതിയ വ്ളോഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിഹാദിന്റെ പാർട്ടി. നിഹാദി ഖത്തറിൽ രണ്ട് പാർട്ടി, ഒന്ന് ബർത്ത്ഡേ ഉണ്ട്, പിന്നെ ഖത്തറില് പോയി. ഇതിന്റെ മുമ്പത്തെ വ്ളോഗ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ നിഹാദിന്റെ ബർത്ത്ഡേനു 20 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ നിഹാദ് നമുക്ക് എന്താ മന്തി വൈദ്യരാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ക്യാമറക്ക് പുറകിൽ മനസ്സിലാവാനോടെ അസീവ് നിൽക്കുന്നുണ്ട്, ബാക്കി ചക്കന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളും സംഭവങ്ങളും നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഈ വ്ളോഗിൽ കാണിക്കും. അടിപൊളിയൊരു വ്ളോഗ്. യെസ്, നമ്മളെ കൊണ്ട് കഴിയുന്ന അക്ഷയ് ഉണ്ടെന്ന് നമുക്ക് കുറെ സംഭവങ്ങൾ ഇത് എന്തായാലും കിട്ടും, ഉറപ്പാണ്. കാരണം നമുക്ക് നമ്മൾ അക്ഷയ് നമ്മളെ കൂടെ കാലങ്ങൾക്ക് ശേഷം, അന്ന് ഫസ്റ്റ് വ്ളോഗിന് ശേഷം അക്ഷയ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ കാണാം. അതെ, അന്റെ ചെലവി ഇന്റതല്ല, സ്വന്തം പറ്റി കേറിന്റെ കൊടുത്തിറങ്ങി പോയി വരാം. സോഷ്യൽ ആൻസൈറ്റി 0 ആവാലോ. എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു? അൽഫാമാണ് ഇതെങ്ങനെ തീരീണില്ല. ഞാൻ മറ്റു വെച്ചത് നടക്കുമ്പോ ഞാനും എനിക്ക് കിട്ടില്ല. പേടിണ്ട് എത്ര ആൾക്കാരെ മുമ്പ് നമ്മൾ കൊടുക്കാം, ഒരു പേടിയില്ല. മടിയുണ്ട് പേടിന്റെ ഇങ്ങോട്ട് തുറക്കാം. സെൻസർ പക്ഷെ ഓർക്കിന് വർഷം ഉണ്ടോ? നമ്മളാണ് വിളിച്ചു ചോദിച്ചേ. ചേച്ചീനെ ഹലോ ഗായ്സ്, ഇന്ന് നമ്മളെ നിഹാദിന്റെ ചെലകൾ വന്നതാണ്. മന്തി ഉണ്ട്. നമ്മൾ ഇരിക്കാതെ ഞാൻ തലക്കിരിക്കാം, അപ്പൊ എനിക്ക് എല്ലാരും കിട്ടും. അന്നെ കിട്ടാൻ അവിടെ ഇരുന്നിക്കണേ. അപ്പോൾ നമ്മള് ഇപ്പോൾ ഉള്ളത് സന്തോഷ് ബേക്സ് ഹൗസ്. എല്ലാവർക്കും മന്തിയല്ലേ? എത്ര മണിയാ? അപ്പൊ 5 മണി. 5 മണി. 5 മണി എനിക്ക് നോർമൽ. കൊടുത്തോ പറയും. നമ്മൾ കുറച്ചു കാലമായിട്ട് കാത്തിരുന്ന മന്തി നമുക്ക് സ്പോൺസർ ചെയ്യണത് നമ്മളെല്ലാരും സ്പോൺസർ ഷെയ്ക്കുണ്ടോ? നീ ചോദിക്കും ഓർമ്മനോട്. ടേബിൾ കഴിക്കാൻ വേണ്ടി ചോക്ലേറ്റ് ഷേക്ക്, മിൽക്ക് ഷേക്ക് ചുണ്ടട് പോയി. ടേബിൾ ഷേക്ക് അല്ല ഓ മച്ചം പ്രൊഫഷണൽ പറഞ്ഞു. അതല്ല, അതിന്റെ മാർക്കുണ്ട്. അങ്ങനെ എത്ര ഉണ്ടാവും, രീതി ഉണ്ടാവും. ലോക്കൽ സാധനം. ഓ ഇല്ലേ പൈസക്കാര്.
ഇനി അത് തെരഞ്ഞിനെ കുറിച്ച് കണ്ടോ എല്ലാരും പറയണം. അത് തരുന്ന ഒരു കാര്യമാണ്. കുറച്ച് കാലമായി ഇത്. ഓന് ഖത്തറിന് വന്നപ്പോ പറയലെടുത്തതാണ്. ഇപ്പോഴാണ് കിട്ടുന്നത്. എത്ര മാസമായി? ചെറിയ കാര്യം വരാണ്ട് 2 മാസം ആയിട്ട് വേറെ സാധനം വരാണ്ട് അസീസിന്റെ അസീസ് 125. ഫോൺ കളിച്ചിരിക്കല്ലേ വേറെ ഞാനോട് കാണാൻ പോകാൻ പോവാ വർക്കിലോ നമ്പർ ഉണ്ടായി തരും. നമ്പറിന്റെ വിളിച്ചാണ് മുട്ടായിക്കാത്ത വരാന്ന് ചോദിച്ചത്. ഓരോ മേടിച്ചു കൊടുക്കണോ നമുക്ക് അതിന്റെ പോലെ പറയാണ് ചുണ്ടുപോയിട്ട് വള്ളല്ലാത്ത ക്ലാസ് വള്ളം കുടിച്ച വണ്ടി പെണ്ണുങ്ങൾ തിരിച്ചേ ടെൻഷൻ ആയിപ്പോണ്ടേ കോളേജിന്റെ കളിച്ച അക്ഷയ് കറക്റ്റ് അക്ഷയ് ഇപ്പൊ മറ്റേ ലാൻഡ് എടുത്ത് തിരുത്തില്ല അവനെ നോമ്പ് എന്നിട്ട് എന്തോ കാട്ടിയത് എന്തൊക്കെ പ്ലേറ്റ് കാൽക്കുലേറ്റർ എടുക്കുക. എടുത്ത് വെറുതെ കണക്കൊന്നുമില്ല, വെറുതെ കൂട്ടുക. കാൽക്കുലേറ്റർ എടുത്ത് ചെവിയിലേക്ക. ഇതെന്തായാലും വരാട്ടെ. ഒരു മോശമല്ല നമ്മളിവിടെ ഒന്ന് പോണ കണ്ടു ചെങ്ങായി അക്ഷയാണ് നമ്മളോ ഇല്ലാത്ത ഒരാള് ഇപ്പൊ ഉണ്ടായപ്പോ ക്രീമിന്റെ കേസ് പറയണ്ടോ? പറയണില്ല കേട്ടോ. എന്താ പറ്റി? അതായത് നമ്മളെ കൂടെ എല്ലാരും കയറുന്ന ദിൽഷാദാണ്. പക്ഷെ അല്ല അടി കൊടുക്കാം. അതിന് മുമ്പ് 4 ആളെ അറിയിച്ച വ്യക്തിയാണ്. എന്ത് മക്കാട് ഇനി ആ ചോറുണ്ടാ ചേച്ചി ജയിച്ചെന്തേരില്ല. ഇതിലൊരു കഴിവുണ്ട് ശാസ്ത്രീയമായി. ആരോടെ പറഞ്ഞു ഞാൻ അക്ഷയത്തിന് പോക്കാം. സാധനം നമുക്ക് ആക്കുമ്പോ ചെറിയ ചാമ്പലടാ ചാമ്പിലെ നമ്മളെ അപ്പൊ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. ഹണി അൽഫാമാണ് നമ്മൾ പറയുന്നത്. തന്താക്ക് എരി പറ്റാത്ത തന്താണ്. എന്താ അവനെ കൊണ്ടൊക്കെ ജസ്റ്റ് പീസ് ഇട്ടാൽ മതി. മാറി ചെസ്റ്റ് പീസ് കിട്ടാൻ വേണ്ടിയാണേ എല്ലാരും ഇതായിട്ടേ അത് ഇഷ്ടണ്ട്. ഹണി അൽഫാം ഇഷ്ടണ്ട്. എന്നിട്ട് നോർമലി
ടൊമാറ്റോ പിക്കിൾ എത്തി. എല്ലാരും മന്തി കഴിക്കുമ്പോ മന്തി കഴിക്കുമ്പോ ഷുഗർ കട്ടാണ് മയോണൈസ് കട്ട് കലോറി ഡെഫിസിറ്റിലാണ് ഇറങ്ങാണ്ടി എന്താ മയോണൈസ് വരില്ല റൈസ് പറ്റൂലെന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു ഷെയ്ക്കാണ് ഓർഡർ ചെയ്തു. മന്തി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഇത് ഹണി ചില്ലി അല്ല, പെരി പെരി ഹണി. ജിഫിൻ പറഞ്ഞത് ഹണി ചില്ലി അല്ലത്, പെരി പെരി ഹണി. പെരി പെരി ഹണി. സന്തോഷർക്ക് തെറ്റിയാണ്, അല്ല ജിഫിന് തെറ്റിയല്ല. ഇഷ്ടപ്പെട്ടോ? പെരി പെരി ഹണി. ഹണി ചില്ലി അല്ലല്ലോ. വേണ്ടിയില്ല നാടെ വെച്ചു കൊടുത്താൽ മതി. നല്ല മയോണൈസ് എന്താ വിഷയം എന്താ പറയാ? എന്താ വിഷയം? ഇഞ്ചൂരട്ടും പറഞ്ഞപ്പോ കേൾക്കാൻ പിന്നെ വന്നേടേ അക്ഷി ഒപ്പം നിൽക്കട്ടോ. ജസ്റ്റ് അല്ല ചെസ്റ്റ് ആണ്. എന്താ അതിനെന്താ യാസിന്റെ അവിടെ ആക്സിഡന്റ് ആയിട്ട് യാസിൻ മാസിന് വണ്ടി പോകാൻ പിന്നീട് ഒരു ഒച്ചേറെ അവരോടെ മൈനസ് ആയതാണ്. യാസിന് പീക്ക് ലെവലിൽ കയറ്റിയാവൂല. ഓരോ വളവിൽ ഞങ്ങളെ കാത്തിട്ട് ഓവർടേക്ക് ചെയ്യാം നിർത്തിയിട്ട് കണ്ട് പനിച്ച് കിടക്കട്ടെ ഇപ്പൊ എല്ലാവരും ഞങ്ങൾ കാസല്ലേ പോവാണ്. ഇപ്പൊ എല്ലാവരും ലാസ്റ്റ് ഫീസ് വന്നു എന്റെ അടുത്ത് ഏറ്റവും വലിയ ഫീസ് ഏറ്റവും വലിയ വിസ മന്തി കഴിക്കല്ല പറഞ്ഞു. ക്യാരറ്റ് അല്ല ഇനി സമ്മതിച്ച് നമ്മള് കൊടുക്കണം. അത് ക്യാരറ്റ് ആണ്. അതെ ക്യാരറ്റ് ആണ്. എല്ലാവരും സ്വീസ് നോക്കുന്നുണ്ട്. എല്ലാവരും സ്വീസ് നോക്കുന്നുണ്ട്. നോട്ടാണ് ഞാനല്ല എത്ര പങ്കാട്ടിനി ചോറ് കൊടുന്നേരി ഇങ്ങനത്തെ ഒരു ഹോട്ടൽ യൂസ് ചെയ്യണ്ടേ? മുമ്പിലോട്ട് പറ ചോറ് കിട്ടില്ലായി ഒക്കെ അടിപൊളി ചോറും പറയുമ്പോ ഇതേമാതിരി കാണും. ഓവർ മധുരമല്ല, ചെറിയൊരു മധുരമുണ്ട്. അനാവശ്യങ്ങളുണ്ട്. പിന്നെ ഇതല്ലേ കട്ടുറുമ്പിനാ കൂട്ടി മഞ്ചാടി 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 കിട്ടി ഞാൻ അങ്ങോട്ട് പിന്നെ നേരത്തെ മുമ്പ് ഫുള്ള് കച്ചുകൊണ്ടുവരുന്നതാണ്. എന്തൊക്കെ പറയുന്നോ ഷട്ടറുകളാക്കി അടിച്ച
ഞാൻ വിളിക്കാൻ പ്രിപ്പറേഷൻ എന്താ വിളിച്ചേ? അസീ വിളിച്ചു ബൂസേ മൂസേ യൂറോപ്പിലെ കാണാടാ യൂറോപ്പ് പോകേണ്ട ആളല്ലേ? മൂസേ പ്രായത്തിന് പക്വതല്ലേ? വണ്ടികളെ നിർത്തി പോവുകയാണ്. എന്റെ പൈസ എല്ലാവരുടെ ചങ്ങളെ കുടിച്ചാടിയാല് എന്തായാലും ഒരു 50 റുപ്യ ഇത് ചെയ്തിട്ട് ഞാൻ നിർത്തിയോ? അത്രക്ക് ഭാഗ്യാണ്. അതിലൊക്കെ ഞാൻ മുതലാക്കും. ടെസ്റ്റ് കൊടുക്കും. അസീബിനുമായി അസീബ് അത്ര ഫുഡിന് പൈസ കൊടുക്കുക. ആ പൈസ കൊടുക്കണമെങ്കിൽ അസീബ് മുതലാക്കും. ഞമ്മക്ക് ഒരു സെന്റ് ഞങ്ങൾ കഴിഞ്ഞല്ലോ ഇതൊന്നില്ലല്ലോ. നിങ്ങൾ അന്നിനെ ചോദിച്ചേ നിന്റെ ഉടുക്കുന്നൊക്കെ ശിൽമിക്കോ സിൽമാടാ ആ മുടി ഇട്ട് എങ്ങനെ അതെന്ന് പറഞ്ഞാ അവിടുന്ന് വെട്ടിയതറിയോ തൊയ്ക്കുന്നിട്ടേ അതിനെങ്ങനെയാ ഒഴിവാണ്ടേ പോണേ ആരാടാ നീ? സ്പൈ പാകിസ്ഥാൻ സ്പൈ ആണേ. ദുരന്തം 200 കോടിയുടെ അത്ര രൂപയാണ് വായുവിലേക്ക് കണക്കില്ല. ഇല്ലല്ല നാളെ ഒരിക്കലും പോസിബിൾ അല്ല. കാരണം നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വന്ന കടങ്ങൾ ശ്രദ്ധിച്ചോളി. പക്ക സ്റ്റാൻഡേർഡും അവിടെ വാഷിങ്ങിന് പോയപ്പോ നമ്മളൊക്കെ പക്ക സ്റ്റാൻഡേർഡ് ആയി ടിഷ്യൂ ഒക്കെ എടുത്ത് തുറന്നു. ഞങ്ങൾ കരുതി കൈയൊക്കെ കഴിക്കുമ്പോ നമ്മ പൈപ്പ് ഉറക്കാതെ നിച്ചല്ലേ നമ്മള് തുറന്നു കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം കാറി തുപ്പുന്നു, മൂക്ക് ചീറ്റുന്നു, എങ്ങനെ അങ്ങനെ പല്ലൊക്കെ തേക്കും. കൊടുത്തു അഡീഷണൽ കൊടുക്കനെ കൊണ്ടുപോകുന്നു. അവിടെ എന്ത് കൊടുക്കണേ? അതെ ഡിക്ഷണറി കൊടുക്കണേ കൊണ്ടുപോകുന്നു. ഞാൻ വന്നപ്പോ അസീം ഡിഷ് ഒന്നുമില്ല. പിന്നെ ഈ ഡിക്ഷണറി കൊടുക്കണേ കൊണ്ടുപോകുന്നു. വേണ്ട ആരോഗ്യം പറഞ്ഞ സ്വാഭാവികം. ഫുഡിനെ കുറിച്ച് ഫുഡ് നല്ല സെർവോ ഫുഡിനെ കുറിച്ച് ഫുഡ് അത്യാവശ്യത്തിന് നല്ല പൈസ കമ്മിയാണ്. എന്തൊക്കെ ഫോണ് മറ്റേ അനാൻസ്വരമാതിരി കമന്റ് ഇടാൻ വരാം. ചൂടില്ല. നല്ല ചൂട് ഫുഡിനെ കുറിച്ച് ഫുഡ് കഴിച്ചില്ല. അല്ല എന്തായാലും നമുക്ക് പറയാം. ഷേക്ക് അടിപൊളി, സൂപ്പർ സൂപ്പർ. കലോറി കുറഞ്ഞ മതി ഇറങ്ങി കിറ്റ് ഷേക്കാൻ എടുത്തു. 500 ഒറ്റടിക്ക് കയറി ബില്ല് കയ്യ അവിടെ ജിതീഷിനെ
ജിതീഷിനെ പോട്ടെ ജിതീഷിന് നമ്പർ അടിയുള്ളൂ എന്താണ് ഇതിന്റെ പോണോ എന്റെ രണ്ടെണ്ണം ജിതീഷിന് നമ്പർ ഉണ്ടായിരുന്നു. അപ്പൊ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ച് അത് ഞാൻ കമന്റിൽ നോക്കാൻ പറഞ്ഞേ. നല്ല ചൂടുണ്ടോ ഡയറി മിൽക്കിന്റെ അടുത്ത് എടുത്തോ. ഡയറി മിൽക്കിന്റെ അവിടെ ഇനി ഫുഡിനെ കുറിച്ച് പറഞ്ഞ നല്ലൊരു ഫുഡാണ്. ഒരു ബിലോ ആവറേജ് ഇഷ്ടപ്പെട്ടു. പറ്റില്ല അതുകൊണ്ടാ നല്ല ഫുഡാണ്, നല്ല സർവീസ്. അക്ഷയ് ഇവിടെ കുറച്ച് ഇരിക്കുക, നമുക്ക് നടക്കാം. വണ്ടി വന്നോട്ടെ പോരെ? ആ നടക്കുക പോലും പറഞ്ഞേ എന്താ പറഞ്ഞ രണ്ടോട്ടം പറയണോ? ചെങ്ങായി നമ്മളെ കൂട്ടത്തില് തയ്യല്ലേ ചെറുക്കന്മാരി. അക്ഷയ് ഇവിടെ ചവിട്ടാണോ? വണ്ടി തമ്മിൽ ചവിട്ടാൻ കൂടിയാണ്. പല്ല് പോയത് ചാർ ചെങ്ങായി. യാസിൻ ചാടും. തട്ടി ഉറപ്പൊന്നുമില്ല. കിട്ടും അത് കിട്ടി. ആക്ഷി ഉന്തരടോ ഉന്തുല ഞാൻ നോട്ടോ. രാത്രി മാതിലാടി നല്ല ശീലമല്ല. രാത്രി മാതിലാടി നല്ല ശീലം. ഇതൊക്കെ വരും സിമ്പിൾ ടിമ്പിൾ ബോക്സ്. ആ ടേബിൾ വെച്ചു ഇതിനാറല്ലേ ഇയാളത്തുണ്ടവി അത് കൊടുക്ക് ചെങ്ങായി. ഇപ്പൊ കരയിട്ടോ. Hey bro, Assalamu alaikum. Ramzan Kareem. മുത്തേ സർപ്രൈസ് ആയി. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ പോയി ആകെ ഇടങ്ങറായി. ജിതീഷേ അന്നെ തെരഞ്ഞെടുത്ത അന്നെ കണ്ട് ഞങ്ങൾ കൊറേ വിളിച്ചു. അതെ അസീബിനെ നോക്കിട്ടോ. അന്നതിന്റെ മുമ്പ് ഇവിടെ കണ്ടിക്കണല്ലോ. അസീബ് എന്നിട്ട് എന്താ പറഞ്ഞാൽ നമ്മോട് ആദ്യമായിട്ട് കേറുകയാണ്. വന്നിട്ടില്ല കണ്ടീനോ. നമ്മളെന്നെ കൊറേ വിളിച്ചു. അച്ഛനെ പെട്ടെന്ന് മനസ്സിലായി. ഞങ്ങളെ മനസ്സിലായില്ല. എന്നാ കാണാം. അപ്പൊ ഇപ്പൊ കോഴിക്കോട് പോകാൻ എന്നാ പോവാ. അത് പോകൂലെന്നറിയാം. അതില് അത് പോകൂലെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ എന്തും പറയാം. വരുവോളം കയ്യിന് പണി ഉണ്ടാക്കാനാണ് പോകും. ഇന്നലെ വ്ലോഗ് എടുക്കട്ടോ. ഇന്നലെ അന്നെ കാട്ടി എന്താ ജിഫിന് എന്തെങ്കിലും കിട്ടിക്കാണ്ടോ ഒഴിവാക്കിന്റെ പുറത്തിറങ്ങുമ്പോണ്ടല്ലോ. അക്ഷയേ
ഒരു പരിപാടിക്ക് പുറത്തിറങ്ങും ഒക്കെ ചെരുപ്പ് കിട്ടി കണ്ടപ്പോൾ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോഴല്ലോ അല്ല പാട്ടിന്റെ ശ്രുതികളൊക്കെ ശ്രുതിയോ അതാ സാധനം ജിഫിനെ പിന്നെയും മൂത്രമൊക്കെ മുട്ടിയിട്ടുണ്ട്. ജിഫിന് ഇന്നത്തെ 5ാമത്തെ വട്ടാണിത്. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി അങ്ങനെ എനിക്ക് ജിഫിന്റെ ഒപ്പം പോയാലേ ഏറ്റവും വലിയ സംഭവം. ഓന് 5-6 വട്ടം മൂത്രമൊക്കെ എവിടെ കയറിയാലോ ഓന് ഓരോ പള്ളികളുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോ 11 ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ മെയിൻ എങ്ങോട്ട് വരുമ്പോ കരുവാരൻ്റെ വരുമ്പോഴോ കാളിയൊന്ന് കരുവാരൻ്റെ വരുമ്പോ 11 പള്ളിയിൽ കയറിയാണ് മൂത്രയിക്കപ്പോ ആകെ 10 കിലോമീറ്ററിൽ ഓന്റെ ചോര മൂത്രാവും. ചോരി നീരൊക്കെ ബ്ലഷ് ഇട്ടിക്ക് അടിച്ചോടെ ഇജിപ്പുണ്ടൊക്കെ വീഡിയോ കണ്ടോ? ഡാൻസ് വീഡിയോ അതല്ല വേറൊന്നും ഉണ്ടാക്കിക്കണേ നമ്മളെല്ലാരും ഡാൻസ് വെച്ചിട്ടുണ്ട്. തൂണിട്ടത് ഫോട്ടോ തീയില്ലേ ഈ ഫോട്ടോ ഇതല്ല പിന്നെ വേറൊരു പണി ഇതുണ്ടോ ഇത് വേറെ ഫൈറ്റ് സീനൊക്കെ പുല്ലുമിരിയും ചെയ്യരുത് ജിഫിനെ ഞങ്ങൾ കണ്ടല്ലേ ഇപ്പൊ ഇത് നേരത്തെ അവിടെ കാണിച്ചത് ഇപ്പനെത്തല്ല എവിടെ വേണ്ടിട്ട് ഫ്ലാഷ് അവിടെ മണ്ട അതിലറിയില്ല ഞാൻ അടുക്കില്ലേ കണ്ടോ അഞ്ചൊക്കെ ഇറക്കണതാ കൊരച്ചോ നീ കൊരക്ക് പട്ടി കള്ളപ്പട്ടി അങ്ങോട്ട് പോയി എല്ലാരും ഫോട്ടോ എടുക്കാണ് മര്യാദക്ക് ചെങ്ങ സീപാടി ഇച്ചൊരു ഫോട്ടോ തിരുന്നായി ശരി നല്ല ഫോട്ടോ ഉണ്ട് പറ്റില്ലേ ഒരു 10 പുഷപ്പ് അടിച്ചേ പുഷപ്പ് അടിക്കല്ലേ നമുക്ക് ഒരു 10 പുഷപ്പാണ് അടിച്ചേ ഇജ്ജുപ്പ് ഒരു 10 പുഷപ്പാണ് അടിച്ചേ റോട്ടിൽ ഇവിടെ അടി മന്തി കഴിച്ചോണ്ട് എങ്ങനെയാണോ അത് ഒരു പ്രശ്നമില്ല അപ്പൊ നമ്മള് രണ്ട് ഫോൺ ചാർജർ ഇത് പൂടി ഒരു പുഷപ്പടിക്കണം പിന്നെ ഇത് വേറെ അടിച്ചാ നോക്കി ചെയ്തു 2 മോണങ്ങളില്ലേ ചാടാൻ പറഞ്ഞ ചാടിയ എന്താടാ വീട്ടിൽ പോയി ചെയ്യടാ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെ കൊറേ കളിക്കാരി അക്ഷയ് അയാട്ടെ ജി ജിഫിൻ തോറ്റി പറഞ്ഞപ്പേ അത് ഞാൻ അത്രോള് കരുതിട്ട് അടിച്ചാന് സമ്മതിച്ചില്ല അടി 10 അടിയെ പിന്നെ എന്നാ കാണണല്ലോ
കൂട്ടത്തില് മെയിൻ അങ്ങനെ അക്ഷയ അടിച്ചു നീ അതിനെ മേത്തിരുത്തി പിന്നെയും പത്തെണ്ണം അടിച്ചിരിക്കുക ഞാൻ അടിക്കുമ്പോ കാര്യത്തില് പുഷപ്പോ പറയേണ്ട ആവശ്യം മച്ചാനെ രണ്ട് സ്റ്റിക്ക് അടിച്ച് മൂടായ മച്ചാനെ ചിരിയൊക്കെ മച്ചാനെ ചെകിലടിച്ചാ പൊട്ടിക്കട്ടെ മച്ചാനെ വിട്ടോ മച്ചാനെ മച്ചാനെ വിട്ടോ ആരെന്നെ വിളിച്ചാ തന്നെ മണ്ട കിട്ടാനെ വിളിച്ചാ കിട്ടലുണ്ട് മോണി ഇന്നലെ ഒറ്റയ്ക്ക് എന്നോട് പറഞ്ഞില്ലേ ഞാൻ പടത്തിന് പോകണം നേരത്തെ പോവല്ലേ ചോദിച്ചില്ലേ അല്ല പറഞ്ഞില്ലേ ഞാൻ എപ്പോഴോ ഞാനെല്ലാരും ഞാൻ വിളിച്ചില്ലേ എനിക്ക് എന്നോട് നേരത്തെ പോവില്ല വിളിച്ചില്ലേ എപ്പോ പരിപാടി തീരുമാനിച്ചിട്ട് അല്ലേ ഇഞ്ഞും പോയില്ലേ സന്തോഷമാണ് കാരണേ ഓല ചോറൊക്കെ ഒന്ന് കഴിഞ്ഞിക്കത്രേ ആർത്തും സ്കൂട്ടറില്ല സ്കൂട്ടി എടാ മഴ ഇജ്ജുണ്ട് ആർത്തും സ്കൂട്ടറില്ല തട്ടിക്കൂലേ ഒറ്റ കൊടുക്കലേ ഞാൻ അങ്ങനെ പോകും കൊടുക്കല കൂട്ടാൻ നോക്കണോ ഇത് വലിയ കിട്ടലാന്ന് ഇരുന്നിക്കണ് തന്തേ പറ മേലാറ്റൂർ മഴ ഒരിക്കലും മേലാറ്റൂർ കാരണം സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കും കാരണം അത് തെക്ക് ദിശയിലാണ് ഇത് വരുന്നത് നമ്മുടെ കരുവാരുണ്ട് വരുന്നത് പടിഞ്ഞാറാണ് പടിഞ്ഞാറോട്ട് നമ്മൾ പോകുമ്പോൾ ഒരിക്കലും മഴ അവിടെ ഉണ്ടാവില്ല കാരണം അങ്ങനെയാണ് അതിന്റെ ഇല്ല ഞാൻ ബ്രില്യന്റാ യു ആർ ഗ്രേറ്റ്ഫുൾ കൺഗ്രാറ്റുലേഷൻ നമ്മളിന്ന് മഴ ഉണ്ട് മന്തി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അസീബിന് മാത്രം പെണ്ണില്ല അതാണ് ഇപ്പൊ ആകെ പ്രശ്നം മാത്രല്ല അസീബ് ഇവനക്ക് പെണ്ണില്ല ഓനക്ക് പെണ്ണുണ്ട് ജോന് ചിരിയുണ്ടോ ഞാൻ നോക്കട്ടെ ഇതൊക്കെ അറിയണോ ഇനി നമുക്കൊരു ചാലഞ്ച് എല്ലാരും അത് പറഞ്ഞാണ് അങ്ങനെ ഉറക്കെ പറയും വെറുതെ മുടക്കി കലാച്ചാനെ തായ്ലൻഡ് വരടേ അതേ പരിപാടി ഒന്ന് ആരെങ്കിലും പറ്റാണ് കുറച്ച് വിളിച്ചോ അല്ലെ കുജ്ജൊക്കെ ചാടേണ്ടി വരും അപ്പൊ നമ്മള് വണ്ടി എടുത്ത് പോവുകയാണ് ഇനി പോവാട്ടെ ഞാൻ അടി വരും ആ കുട്ടി പട്ടി ആ കുട്ടി പട്ടി നേരെ പോയിക്കോ നിർത്തണ്ട ഓട്ടറേക്ക് ഓട്ടിക്കോ നേരെ പോയിക്കോ ഓഫാക്കി അഞ്ച് വർക്കിംഗില്ലല്ലോ ഓഫാക്കി
കൊറേ ഓഫാക്കി ഇവിടെ ഓഫാക്കി ഈ ഒരു 50 മീറ്റർ പോകുന്ന ഞങ്ങൾ 10 വട്ടം ഓഫ് ആക്കണി. എന്നാലേ ഇന്നലെ വണ്ടി എഞ്ചി കത്തിയാണ് നീ മാസാണ് കണ്ടോ അത് കത്തൂല. നല്ല എടുത്തോടെ ഇങ്ങനെ പോക്കാണ് നല്ല എടുത്തോടെ അല്ലേ ക്ലച്ച് പതുക്കിട്ടാ ആ ഓ പറഞ്ഞു കൊച്ചു കീറി കൊടുക്കാൻ മാറ്റി ബാക്ക് കെട്ടി മേലെ കെട്ടി അത് സെക്കൻഡ് അടി കെട്ടി ഒന്നും ആ വണ്ടി പോയിക്കോട്ടെ അതോ ഞമ്മക്കൊരു ശല്യം അതുകൊണ്ട് അനക്ക് ഓട്ടം വയ്ക്കാത്തോണ്ടല്ല അമ്മക്കൊരു ശല്യം ആണോ ആക്സിഡന്റ് കൊടുക്കണ്ട ഇത് പതുക്കെ താങ്ങിരിക്കേ. ഞങ്ങൾ പോയി വരുമ്പോ ഈ ബ്ലോഗ് അവസാനിക്കൂട്ടോ. സോറി. ആ ഓക്കെ ബ്ലോഗ് എൻഡ് ചെയ്യാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്താ ഇങ്ങനെ ഒരു നല്ലൊരു ദിവസമായി എല്ലാവർക്കും പറഞ്ഞ പാലിച്ചു. കുറച്ചു കാലം കാത്തുന്നാലും പറഞ്ഞാക്കിയാൻ പാലിച്ചു. അസീബിനെ കണ്ടിനോ? അസീബാണ് അങ്ങോട്ട് പോകുന്നല്ലോ. അപ്പോ അതൊക്കെ പറഞ്ഞ അത്രത്തിനുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ അതൊക്കെ പറഞ്ഞ നമ്മളെ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അതായത് ഫുള്ളിന്ന് കാണാം അതാണ് പറയാം. ലാസ്റ്റ് ഫസ്റ്റ് എടുത്തില്ല നമ്മളെ ഫസ്റ്റ് സാധനം ഫുള്ളിന്ന് കാണാൻ എന്താ. അപ്പോ അത്രേ ഉള്ളൂ. എല്ലാരും സന്തോഷമൊക്കെ ചെയ്യുക. ഹാപ്പി. ബൈ ബൈ.